ഈ ചടങ്ങിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബഹുമാനായ ജില്ലാ വൈസ് പ്രസിഡന്റും പെരുന്തൽമണ്ണ യൂണിയൻ പ്രസിഡന്റുമായ PTS സാഹിബിനെ അഭിനന്ദനം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട SI ഏകോപന സമിതിയുടെ പെരിന്തൽമണ്ണ മണ്ഡലത്തിന്റെ പ്രസിഡന്റുമായ ശ്രീ യൂസഫ് രാമപുരം, കേരള വ്യാപാരികളുടെ അനിഷേധ്യ നേതാവ്, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും മലപ്പുറം ജില്ലയുടെ അമരക്കാരനുമായ പി കുഞ്ഞാകുരജി, എന്റെ സഹപ്രവർത്തകനായ ജില്ലാ സെക്രട്ടറി എർബാൻ അസീഫ്, യൂത്ത് വിങ്ങിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മലപ്പുറം ജില്ലാ സെക്രട്ടറിയുമായ അക്രം ജുണ്ടൈ, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഈ യൂണിറ്റിന്റെ പ്രസിഡന്റ് ജബ്ബാർ അടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, മങ്കട മണ്ഡലം ജനറൽ സെക്രട്ടറി അനീസ്, മേലാറ്റൂർ മണ്ഡലം സെക്രട്ടറി മനോജ്, അത് 2 മണ്ഡലങ്ങളിലെയും പ്രസിഡന്റുമാർ, വിവിധ യൂണിറ്റുകളുടെ ഇവിടെ എത്തിച്ചേർന്ന നല്ലവരായ വ്യാപാരി സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാരെ, തൊഴിലാളി സുഹൃത്തുക്കളെ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചതെന്ന് ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരോട് അതുപോലെ തന്നെ അധികാരി വർഗത്തിനും
ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് 13-ാം തീയതി ഒരു പ്രതിഷേധ സൂചനാ സമരം ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. പെരിന്തൽമണ്ണയിലെയും അങ്ങാടിപ്പുറത്തെയും പൊതുജനങ്ങളും ഇവിടുത്തെ തൊഴിലാളികളും ഇവിടുത്തെ വ്യാപാരി സമൂഹവും ഇവിടുത്തെ വിദ്യാർത്ഥികളും ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ഈ രാജ്യത്ത് പിറന്നവരല്ലേ എന്നാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ അധികാരി വർഗങ്ങളോട് ചോദിക്കാനുള്ളത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന പ്രസ്ഥാനം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചുവപ്പ് കൊടിയും പച്ചക്കൊടിയും ത്രിവർണ്ണ പതാകയും കുങ്കുമ പതാകയും അതിലെല്ലാം പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണ് ഈ വ്യാപാരി സമൂഹത്തിനുള്ളത്. ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് അതല്ലെങ്കിൽ ഈ രാജ്യത്തെ പൊതുജനങ്ങളുടെ രക്ഷകരെന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇടതും വലതും പരസ്പരം വഴിചാരി വർഷങ്ങളായി ഇവിടെ വേദന തിന്നുന്ന ഇവിടുത്തെ പൊതുജനങ്ങളും അതുപോലെ തന്നെ നയാ പൈസയുടെ സർക്കാരിന്റെ ആനുകൂല്യമില്ലാതെ പുലർച്ചെ പ്രഭാതം മുതൽ വൈകുന്നേരം രാത്രി വരെ അധ്വാനിപ്പിക്കുമ്പോൾ വിവിധ ലൈസൻസ് ഫീകളായിട്ടും വിവിധ നികുതികളായിട്ടും ആയിരക്കണക്കിന് കോടി രൂപയാണ് സർക്കാരിന്റെ ഖജനാവിലേക്ക് ഈ വ്യാപാരി സമൂഹം കൊണ്ടെത്തിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പെരിന്തൽമണ്ണയിലും അങ്ങാടിപ്പുറത്തും കാണുന്ന ബോർഡുകൾ എന്താണ്? വിറ്റൊഴിക്കൽ വിൽപ്പന, കട നിർത്തുന്നു. എന്താണ് ഇതിന് കാരണം? ഈ പ്രദേശത്തെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നഗരങ്ങളാണ്. പ്രത്യേകിച്ചും കേരളത്തിലെ ക്ഷേത്ര നഗരി എന്നറിയപ്പെടുന്ന ആയിരക്കണക്കിന് നമ്മുടെ സഹോദര വിശ്വാസികൾ ദിനേന വന്നു പോകുന്ന അങ്ങാടിപ്പുറം ക്ഷേത്രം നഗരി, ഹോസ്പിറ്റൽ സിറ്റി എന്നറിയുന്ന പെരിന്തൽമണ്ണ ഒരു ദിവസം 10,000-കണക്കിന് വാഹനങ്ങൾ ഈ NH 966 കടന്നു പോകുന്നു. 1,00,000-ലധികം ജനങ്ങൾ ഈ വഴിയിലൂടെ കടന്നു പോകുന്നു. എത്രയോ ജനങ്ങൾ ഈ കുരുക്കിൽപ്പെട്ട് വഴിയിൽ വെച്ച് പൂർണ്ണഗർഭിണികൾ പ്രസവിക്കുന്നു. വളരെ സീരിയസ് ആയി വരുന്ന രോഗികൾ ആ വാഹനങ്ങളിൽ കടന്ന് മരിക്കുന്നു. ആരോടാണ് ഇത് പറയാനുള്ളത്? ആരാണ് ഇത് കേൾക്കാനുള്ളത്? പരസ്പരം വഴിതാരുന്ന ഇടതിനോടും വലതിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ഞങ്ങളുടെ ജീവൻ മരണ പോരാട്ടമാണ്, സൂചനാ സമരമാണ്. ഇതിനെതിരെ ശക്തമായ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിച്ചുകൊണ്ട് ഈ സമരം വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതൃത്വം നൽകുമെന്ന സൂചനയാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതില്ല വലതില്ല, പക്ഷേ വേണ്ടി വന്നാൽ നമുക്കറിയാം ഡോക്ടർമാർ നമ്മുടെ ഇടതുകാലിനോ വലതുകാലിനോ നിങ്ങളുടെ ജീവൻ അപായമാണെന്ന് പറയുമ്പോൾ ഒട്ടും സന്തോഷമില്ലാതെ ആ കാലുകൾ ഞങ്ങൾ മുറിച്ചു മാറ്റും. അതുപോലെ ഇവിടെ ഇടതിനെയും വലതിനെയും മുറിച്ചു മാറ്റുവാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് ഈ കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് തെളിയിച്ചതാണ്. കാരണം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കൗൺസിലർ തീരുമാനമെടുത്തു. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കേരള ഗവൺമെന്റ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെന്റുകളാണെങ്കിലും അനുദിനം വ്യാപാരദ്രോഹ നടപടികൾ തുറന്നപ്പോൾ വ്യാപാരികളുടെ ശബ്ദം നിയമസഭയിൽ കേൾപ്പിക്കാൻ ഒരുപക്ഷെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 50-ലധികം മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം നിങ്ങൾ കണക്കാക്കണം. 5000-ന് താഴെയാണ്. 1000-ഉം 2000-ഉം 3000-ഉം എന്തിനധികം പെരിന്തൽമണ്ണയിലെ 38 വോട്ടിനാണ് അവിടെ MLA ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ആര് തന്നെ പറഞ്ഞാലും ഞങ്ങൾ പിൻവലിക്കില്ല എന്ന് ആ നിലമ്പൂർ മണ്ഡലത്തിലെ വ്യാപാരികൾ തീരുമാനിച്ച് അവിടെ മത്സരത്തിന് കൺവെൻഷനുകൾ നടത്തി. നിലമ്പൂരിലെ 15 യൂണിറ്റുകൾ സജ്ജമായി. പക്ഷേ ഒരു വാശിയേറിയ മത്സരത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെ നമ്മുടെ ജില്ലാ പ്രസിഡന്റിനെ നേരിട്ട് വിളിച്ചു. വ്യാപാരി സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതുപോലെ തന്നെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യാപാര ഭവനിലെത്തി മണിക്കൂറുകളോളം ചർച്ച നടത്തി. കേരളത്തിന്റെ ധനകാര്യമന്ത്രി ബാലഗോപാലൻ മണിക്കൂറുകളോളം വ്യാപാരികളെ പ്രശ്നങ്ങൾ പഠിക്കുവാൻ നിലമ്പൂരിലെത്തി. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുന്നിൽ ചെറുകിട വ്യാപാരികൾ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അതിനൊരു പരിഹാരം കാണുമെന്നും അതിനൊരു പ്രത്യേക കമ്മീഷനെ നിയമിക്കുമെന്നും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ
കഴിവെന്താണ്, ഞങ്ങളുടെ പ്രാപ്തി എന്താണ് തെളിയിച്ചു കാണിക്കാൻ നിന്നിരുന്ന തെരഞ്ഞെടുപ്പിൽ നിന്നും ഞങ്ങൾ പിന്മാറിയത് എന്ന് ഈ അങ്ങാടിപ്പുറത്തെയും പെരിന്തൽമണ്ണയിലും ഇടതിനെയും വലതിനെയും സൂചിപ്പിക്കുവാൻ ഞാൻ ഈ അവസരം ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളെല്ലാം തന്നെ നിങ്ങൾക്കറിയാം, ഈ അങ്ങാടിപ്പുറം പഞ്ചായത്തും ഇവിടെ ഇടതും വലതും ഭരിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ എത്ര ടൗണുകളുണ്ട്, അവിടെ എത്ര ബൈപ്പാസുകളുണ്ട്. ഏത് ബൈപ്പാസുകളാണ് ഇവിടെ നിങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്? ഈ ഒഴിഞ്ഞു കിടക്കുന്ന വൈലോകരം ഓരാടപ്പാലം ബൈപ്പാസ് പോലും ഇവിടെ ഭരിച്ചിരുന്ന ഇടതിലും വലതിലും രൂപീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിന്റെ പ്രസക്തി ജനങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളെ കൊണ്ട് ഇത്തരം വിഷയങ്ങൾ സദസ്സിൽ വിളിച്ച് പറയിപ്പിക്കരുത്. ഞങ്ങള് ഈ രാജ്യത്തെ സേവകരാണ്, ഇവിടുത്തെ സർക്കാരിനെ സേവിക്കുന്നവരാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ 1000 10,000 കച്ചവടം ചെയ്യുമ്പോൾ അതിന്റെ 18% 28% സർക്കാർ ഖജനാവിലേക്ക് അടക്കുന്ന വ്യാപാരി സമൂഹത്തെ തെരുവിലേക്ക് വലിച്ചിറക്കിയാൽ ഞങ്ങളുടെ നല്ലരൂപം വരാനുള്ള തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കാണേണ്ടി വരുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതികൂല കാലാവസ്ഥയിലും ഈ സമരപടനാളിക്ക് ജില്ലാ കമ്മിറ്റിയുടെ പേരിലും പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷന്റെ പേരിലും ഇവിടെ ഈ വേദി ഒരുക്കിയ ഈ യൂണിറ്റിന്റെ എല്ലാ ഭാരവാഹികൾക്കും എല്ലാ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് വ്യാപാർ. ഇവിടെ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ചടങ്ങ് അവസാനിപ്പിക്കണം. ആരും പിരിഞ്ഞു പോകരുത്. നന്ദി പറയുന്നത് വരെ നിങ്ങൾ എല്ലാവരുടെയും സാന്നിധ്യം ഇവിടെ ഉണ്ടാവണം. പെട്ടെന്ന് അവസാനിപ്പിക്കും. ആരും പോകരുതെന്ന് അപേക്ഷ. ഇനി ഈ പ്രതിഷേധ സംഗമത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കരുത്തരായ നമ്മുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പുലാമന്തോൾ യൂണിറ്റിന്റെ പ്രസിഡന്റും ബോർഡ് അസോസിയേഷന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റുമായ പ്രിയപ്പെട്ട ഏർപ്പാട് അസീസ് സാഹിബിനെ ആദരവോടെ ക്ഷണിക്കുന്നു. അതിനകത്തായി ഈ പ്രതിഷേധ യോഗത്തിന്റെ ബഹുമാന്യനായ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് ജോസഫ് കാർമൂലം മാത്തായി ധർണ ഉദ്ഘാടനം ചെയ്ത് നമ്മോട് സംസാരിച്ച വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ ഉന്നാവാജി, അതുപോലെ ജില്ലയുടെ വൈസ് പ്രസിഡന്റ് PTS മൂസു, ജില്ലയുടെ സെക്രട്ടറിയും യൂത്ത് വിങ്ങിന്റെ ജനറൽ സെക്രട്ടറിയുമായ അക്രം ചുണ്ടയി, വനിതാ വിങ്ങിന്റെ സംസ്ഥാന സെക്രട്ടറി ജമീല ഇനിയും സദസ്സിലുമുള്ള പെരിന്തൽമണ്ണ മണ്ഡലം മങ്കട മണ്ഡലം വനിതാ വിങ് യൂത്ത് വിങ് ജില്ലാ ഭാരവാഹികളെ, പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കളെ, വളരെ ദീർഘമായ ഒരു പ്രസംഗത്തിന്റെ ആവശ്യപ്പെട്ടില്ല. കാരണം നമ്മുടെ നേതാക്കളൊക്കെ വളരെ കൃത്യതയോട് തന്നെ ഈ വിഷയങ്ങളൊക്കെ ഇവിടെ അവതരിപ്പിച്ചു. നമ്മളൊക്കെ എത്ര സമയമാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം. രാവിലെ പെരിന്തൽമണ്ണ മണ്ഡലത്തിലെയും അതുപോലെ തന്നെ മങ്കട മണ്ഡലത്തിലെയും 30ഓളം യൂണിറ്റുകളിൽ നിന്നാണ് നമ്മളിവിടെ എത്തിച്ചേർന്നത്. നമ്മുടെയൊക്കെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മാത്രമാണ് ഇവിടെ നമ്മൾ പങ്കെടുപ്പിച്ചിട്ടുള്ളത്. നമ്മൾ വലിയൊരു സമരത്തിന് മുതിരുകയാണെങ്കിൽ ഈ അങ്ങാടിപ്പുറം മണിക്കൂറുകളോളം പോക്കാവും. അതിനുള്ള അവസരം നമ്മൾ സൃഷ്ടിക്കാതെ ഇപ്പൊ നമ്മുടെ ഈ ജാഥ വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കലക്ടർ ഇത് നേരിട്ട് വീക്ഷിക്കുകയും ചെയ്തതാണ്. അപ്പൊ വ്യാപാരി സമൂഹം സമര പ്രഖ്യാപനം നടത്തിയാൽ അത് 100% വിജയിക്കും. കാരണം നമുക്ക് മറ്റു രാഷ്ട്രീയ പാർട്ടികളെ ഒന്നും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം അവർക്ക് കാര്യലാഭത്തിന് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ നമ്മുടെ ജീവിത മാർഗത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഓരോ വ്യാപാരിയും അവരുടെ സ്ഥാപനങ്ങൾ വന്ന് 10-12 മണിക്കൂർ ജോലി ചെയ്താണ് തിരിച്ചു പോകുന്നത്. ചിലപ്പോൾ ഒരു 500 രൂപ 1000 രൂപ പോലും നമുക്ക് എടുത്തു വെക്കാൻ പറ്റാത്ത ഒരവസ്ഥ. എന്നിട്ടും നമ്മൾ ഈ വിഭാഗവുമായി പിടിച്ചു നിൽക്കുന്നത് നമ്മുടെയൊക്കെ മക്കളെയും കുടുംബവും ആലോചിച്ചാണ്. സർക്കാരിന് ഈ രാജ്യത്ത് ഏറ്റവും വലിയ നികുതി സംഭാവന ചെയ്യുന്ന വിഭാഗമാണ് വ്യാപാരി സമൂഹം. കഴിഞ്ഞ മാസത്തെ കണക്ക് റിപ്പോർട്ട് പറഞ്ഞപ്പോൾ 1,83,000 കോടി രൂപയാണ് ഒരു മാസത്തെ GST വകുപ്പില് ഈ വ്യാപാരികൾ നൽകിയ നികുതി. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചോട്ടെ, നമ്മൾ വാങ്ങുന്ന എന്തൊരു ചെറിയ വസ്തുവിന് പോലും നമ്മുടെ സെൻട്രൽ GST കേരള GST നൽകിയിട്ടാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സമൂഹത്തിന് അതല്ലെങ്കിൽ രാജ്യത്തിന്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണ് വ്യാപാരി സമൂഹം. ആ കിട്ടുന്ന GSTയും മറ്റും കിട്ടുന്ന സർക്കാർ റവന്യൂവിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ബൈപ്പാസുകൾക്കൊക്കെ
സർക്കാർ ഫണ്ട് കണ്ടെത്തുന്നത്. എത്രയോ മാസങ്ങളും കൊല്ലങ്ങളുമായി ഈ ഒരു അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണ ബൈപ്പാസും അതുപോലെ തന്നെ ഈ റോഡിന്റെ ഗതാഗതത്തിലും നമ്മളൊക്കെ ആദ്യം ഞാൻ ഗ്രാമത്തോട് കണ്ടു പറയുകയാണ്. നമ്മൾ പെരിന്തൽമണ്ണ മാർക്കറ്റിൽ വന്നായിരുന്നു മത്സ്യമൊക്കെ വാങ്ങിയിരുന്നത്. ഇപ്പൊ അതൊക്കെ ഒരു സ്വപ്നമായിട്ട് നടക്കുകയാണ്. കാരണം ഒരിക്കലും അങ്ങാടിയിൽ നിന്ന് തിരിച്ചു പോകാൻ നമുക്ക് ഒരുപാട് സമയമെടുക്കും. പ്രാദേശികമായാണ് നമ്മളൊക്കെ ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരുന്നത്. അതുപോലെ തന്നെയാണ് എല്ലാവരും. ഇപ്പൊ എത്ര മണിക്കൂറായി ഇവിടെ നമ്മൾ ഈ സമരം തുടങ്ങി, നമ്മുടെ ഈ പരിപാടി തുടങ്ങിയ അതിന്റെ എത്രയും മണിക്കൂറുകൾ മുന്നേ ബ്ലോക്കായി നിൽക്കുന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഈ വാഹനങ്ങളൊക്കെ. അതൊക്കെ നമ്മുടെ ഈ വ്യാപാര മേഖലക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. പെരിന്തൽമണ്ണയിലെയും അങ്ങാടിപ്പുറത്തെയും ഇതിന്റെ പരിസര പ്രദേശത്തെയും മുഴുവൻ വ്യാപാരികളും ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ വ്യാപാരികളുടെ ഈ ആവശ്യത്തെ ഇരുമുന്നണികളും മുഖവിലെടുക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള വഴികളൊക്കെ നമ്മുടെ വശത്ത് തന്നെ ഉണ്ട്. അത് വേണ്ട സമയത്ത് നമ്മുടെ നേതാക്കളൊക്കെ അത് പുറത്തെടുക്കും. ഇത് അവർക്ക് കാണുവാൻ വേണ്ടിയുള്ള നമ്മുടെ ഒരു സൂചനാ പണിമുടക്ക് മാത്രമായി ഈ ധർണയെ നമ്മൾ കാണണം. തീർച്ചയായിട്ടും ഇത്ര വലിയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച മങ്കട മണ്ഡലത്തിലെയും അതുപോലെ തന്നെ പെരിന്തൽമണ്ണ മണ്ഡലത്തിലെയും മണ്ഡലം കമ്മിറ്റിയെയും അതുപോലെ തന്നെ അങ്ങാടിപ്പുറം യൂണിറ്റ് കമ്മിറ്റിയെയും മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഇതിലെത്തിച്ചേർന്ന മുഴുവൻ വനിതാ വിങ്, യൂത്ത് വിങ്, അതുപോലെ വ്യാപാരി സുഹൃത്തുക്കൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇത്രയും നേരം ഈ പരിപാടിക്ക് രണ്ടു വാക്ക് സംസാരിക്കാൻ അവസരം നൽകിയ ഇതിന്റെ സംഘടനാ ഭാരവാഹികളെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. നന്ദി, നമസ്കാരം. ജയ് വ്യാപാരി. പ്രിയമുള്ളവരെ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന യൂത്ത് സെക്രട്ടറി, സമരമുഖത്ത് വിപ്ലവ നായകന്റെ വീരനായകനാണ്. പല സമരങ്ങൾക്കും നേതൃത്വം കൊടുത്തിട്ടുണ്ട്. സമരത്തിന്റെ വിജയത്തിലെത്തിച്ച ബഹുമാനായ ആകാംക്ഷയുടെ മക്കരപ്പറമ്പ് യൂണിറ്റിന്റെ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തെ ആശംസകൾ അർപ്പിക്കുന്നുണ്ട്. ഏറ്റവും ബഹുമാനായ ഈ പ്രൗഢഗംഭീരമായ ധർണാ സമരത്തിന്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ, പെരിന്തൽമണ്ണ മണ്ഡലത്തിന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള യൂസുഫ് രാമപുരം ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. മലപ്പുറം ജില്ലയിൽ അങ്ങ് കേരളത്തിൽ ഉടനീളം ഏത് സമരങ്ങൾക്കും നേതൃത്വം നൽകിയാൽ അത് വിജയിച്ചിട്ടുള്ളൂ എന്നുള്ള പാരമ്പര്യം കാണിച്ചിട്ട് പ്രിയങ്കരനായ നമ്മുടെ ഉദ്ഘാടകൻ കൂടിയായിട്ടുള്ള പി കുഞ്ഞാഹുവാജി, അതുപോലെ തന്നെ ജില്ലയുടെ വൈസ് പ്രസിഡന്റ് PTS മൂസക്ക, അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി അസീസ്ക, വനിതാ വിങ്ങിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജമീല സുദ്ദീൻ, മണ്ഡലം പ്രസിഡന്റുമാരായിട്ടുള്ള മുഹമ്മദ് അലിക്ക്, അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി മനോജ് തുടങ്ങിയ ഇവിടെ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള സമയം ബാബാക്ക് ഉൾപ്പെടെ സദസ്സൊക്കെ ഉൾപ്പെടെ പേരെടുത്ത് പറയുമ്പോൾ ഒരുപാട് പേരുണ്ട്. എന്നിരുന്നാലും വൈകിയവഴിയിൽ എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ പരാമർശിക്കുന്നില്ല എന്ന് മാത്രം അറിഞ്ഞുകൊണ്ട് സുദീർഘമായ ഈ സമയം വേണ്ടിയവഴിയിൽ വളരെ വലിയ നേരത്തെ പ്രസംഗം പ്രസംഗിക്കുന്നില്ല. ഇവിടെ പ്രസംഗങ്ങളൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ ഇത്തരത്തിലുള്ള ഒരു സമരം എന്തുകൊണ്ടാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി, മങ്കട നിയോജക മണ്ഡലം കമ്മിറ്റിയും പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം കമ്മിറ്റിയും ഏറ്റെടുക്കപ്പെട്ടത് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു ധാരണയുള്ള ആളുകളാണ് ഈ പ്രദേശത്തുള്ള ആളുകളും ഈ ജില്ലയിലുള്ള ആളുകളും ഈ സംസ്ഥാനത്തുള്ള ആളുകളും ഒക്കെ. കാരണം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അനാവശ്യമായി ഒരു സമരമുഖത്തേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പ്രസ്ഥാനമല്ല കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്നുള്ളത്. തികച്ചും ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, അർഹമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മാത്രമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പലതരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളും പല സംഘടനകളും പലതരത്തിൽ കളക്ടറേറ്റിന്റെ പഠിക്കലും ഇവിടെയൊക്കെ പല സമരങ്ങളും നടത്തുമ്പോൾ അതിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്നുള്ള സംശയം തോന്നിക്കുന്ന പലതരത്തിലുള്ള സമരങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രത്യേകിച്ച് അങ്ങാടിപ്പുറം പോലുള്ള യൂണിറ്റുകൾ ഉൾപ്പെടെ ഇന്ന് കടകൾ അടച്ചുകൊണ്ടും മങ്കടയിലെയും പെരിന്തൽമണ്ണയിലും പല വ്യാപാരികളും അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ ഇട്ടെറിഞ്ഞുകൊണ്ട് ഇത്തരം ഒരു സമരത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ അധികാരികൾ മനസ്സിലാക്കണം, ഇവരുടെ ഭരണകൂടം മനസ്സിലാക്കണം. ഈ സമരത്തിന്റെ പ്രസക്തി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തികച്ചും ഈ ന്യായമായ ആവശ്യം കഴിഞ്ഞ വർഷങ്ങളായിട്ട് 10-15 വർഷത്തോളം കാലമായി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇരു പാർട്ടികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മാറി മാറി വരുന്ന ഇരു ഗവൺമെന്റുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാ വരുന്നു ഓരോടമ്പാലം മാനത്തുമംഗലം ബൈപ്പാസ്, ഇതാ വരുന്നു വൈലാങ്ങരയിൽ ഒരു ബൈപ്പാസ് പോകുന്നു, ഇതാ വരുന്നു ഇവിടെ അണ്ടർലൈൻ സ്ഥാപിച്ചുകൊണ്ട് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനുള്ള
ഇത്തരത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തിയ VTL മൂസാഫ് ഉൾപ്പെടെ സൂചിപ്പിച്ച കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഒട്ടനവധി ആവശ്യങ്ങള് ഈ പെരിന്തൽമണ്ണ നഗരയിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം മാറ്റിവെക്കേണ്ട സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് ഇവിടുത്തെ എല്ലാ ആളുകൾക്കും അറിയാം. നമുക്ക് പറയാനുള്ളത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ നമ്പർ 1 ഹോസ്പിറ്റലുകളുള്ള ഒരു നഗരിയാണ് പെരിന്തൽമണ്ണ. ആ നഗരയിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു അത്യാഹിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തേണ്ട സാഹചര്യം ഉണ്ടായാൽ എന്താണ് നമ്മുടെ സ്ഥിതി? ഒരു അറ്റാക്ക് പേഷ്യന്റിന് എത്രയും പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റൽ ചികിത്സ കിട്ടിയില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക? മരണം സംഭവിക്കും. അത്തരത്തിലുള്ള നിരവധി മരണങ്ങൾ ഇവിടെ കണ്ടിട്ട് പോലും ഇവിടുത്തെ അധികാരികൾ എന്തുകൊണ്ട് കണ്ടു തുറക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടുത്തെ ഭരണകൂടത്തോടും ഇവിടെ പ്രതിപക്ഷത്തോടും ഭരണപക്ഷത്തോടൊക്കെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. രണ്ടാമതായിട്ട് ഈ മലപ്പുറം ജില്ലക്കകത്തു നിന്നും പുറത്തു നിന്നും ഒട്ടനവധി വിദ്യാർത്ഥികളുടെ പഠനത്തിന് വേണ്ടിയിട്ടും മറ്റേ ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ വരുമ്പോൾ അവരുടെ പഠന കാര്യങ്ങളിൽ പോലും എത്രയേറെ പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്. പലർക്കും PSC എക്സാമിന് വേണ്ടി സമയം കണക്കാക്കി വരുമ്പോൾ ഈ പ്രദേശത്തെ ഈ ഗതാഗത കുരുക്ക് മനസ്സിലാകാതെ എത്ര പേർക്കാണ് ഇവിടെ ജോലി നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ന് ഇവിടുത്തെ അധികാരികൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതുപോലെ തന്നെ പലർക്കും പലരുടെയും ജോലി സമയം കൃത്യതയോടുകൂടി നിർവഹിക്കുന്ന പല സ്ഥാപനങ്ങളിലും ആ ജോലി കൃത്യമായി നിർവഹിച്ചിട്ടില്ല എങ്കിൽ പലർക്കും അത്തരത്തിലുള്ള ജോലി വരെ നഷ്ടപ്പെടുന്ന സാഹചര്യം നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഇവിടെ മുന്നണികളോടും ആവശ്യപ്പെടുന്നത്, നിങ്ങൾ കണ്ണു തുറക്കണമെന്നാണ്. നിങ്ങൾ കണ്ണു തുറന്നിട്ടില്ല എങ്കിൽ ഇവിടെ ഉദ്ഘാടന പ്രസംഗം നിർവഹിച്ചത് മറ്റാരുമല്ല, മലപ്പുറം ജില്ലയുടെ പ്രസിഡന്റും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് P. കുഞ്ഞാബുവാജിയാണ്. അദ്ദേഹം ഈ സമരം ഏറ്റെടുക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ. ഈ സമരം ഞങ്ങൾ മംഗള മണ്ഡലം കമ്മിറ്റിയും പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയും മാത്രമാണ് ഏറ്റെടുക്കുന്നതെങ്കിൽ നാളെ വരും നാളുകളിൽ ഈ സമരം ഈ 2 മണ്ഡലങ്ങൾ മാത്രമായിരിക്കില്ല, മലപ്പുറം ജില്ലയിലെ 50,000-ഓളം വരുന്ന വ്യാപാരികൾ അണിനിരുന്ന സമരമായിരിക്കുമെന്ന് കൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഈ സമരത്തില് എന്നിട്ടും നിങ്ങൾ കണ്ടു തുറന്നിട്ടില്ല എങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും ശക്തമായ വ്യാപാര സംഘടനയായ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിക്ക് 12 ലക്ഷത്തോളം വരുന്ന വ്യാപാരികളുള്ള ഒരു സമൂഹമാണ്. അതുകൊണ്ട് ഞങ്ങളെ മുഴുവൻ ഇവിടേക്ക് വരുത്തരുത്. ഇവിടുത്തെ അധികാരികളെ നിങ്ങൾ ഇതിന് വേണ്ട രൂപത്തിൽ കണ്ടിട്ടില്ല എങ്കിൽ നാളുകളിൽ 12 ലക്ഷം വരുന്ന വ്യാപാരികളും അവരുടെ കുടുംബങ്ങളും ഇതിന്റെ മുന്നിലുണ്ടാകുമെന്ന് കൂടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഇത്തരത്തിലുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു മേൽപ്പാലത്തിന്റെ തുടക്കം കുറിക്കുന്ന സമയത്ത് ഇവിടുത്തെ പലരും അതിനുശേഷം ഇന്ന് ആ പാലത്തിൽ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇട്ടുകൊണ്ട് ട്രോളുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഉണ്ടാക്കിയ പാലം, നിങ്ങളാൽ വന്ന പാലം എന്നൊക്കെ വിശേഷിക്കപ്പെടുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് അക്കാലത്ത് അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് അത്തരത്തിലുള്ള ഒരു പാലമാണ് ഇവിടെ വേണ്ടിയിരുന്നതെന്നുള്ള ഉത്തമ ബോധ്യം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ സമരത്തെ പിന്തുണക്കപ്പെട്ടിട്ടുള്ളത്. തുടർന്ന് അങ്ങോട്ട് ഞങ്ങളടക്കമുള്ള ആളുകൾ പ്രതീക്ഷിച്ചതെന്നായിരുന്നു. അതിന് തൊട്ട് പിന്നാലെ ഇത്തരത്തിലുള്ള ബൈപ്പാസുകൾ വരുമെന്ന് ഇവിടുത്തെ ഭരണകൂടം ഞങ്ങളെ തെറ്റിദ്ധരിക്കപ്പെട്ടു. ക്ഷമയോടുകൂടി ഞങ്ങൾ വീണ്ടും ഓരോ വർഷത്തെ ബഡ്ജറ്റിലും കേരള നിയമസഭയിലെ വ്യത്യസ്തങ്ങളായ സബ് ഡിവിഷനുകളും പൊതുമരാമത്ത് മന്ത്രിമാരും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ സന്ദർശിക്കപ്പെടുന്ന സാഹചര്യങ്ങളിലൊക്കെ ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി കണ്ടു നോക്കി നിന്നു. ഇതാ വരുന്നു ഇവിടെ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ വരും. ഇപ്പൊ എന്താ, എല്ലാ 2 പാർട്ടികളും ഏറ്റെടുക്കപ്പെടുന്നു. എല്ലാ വർഷവും നമ്മൾ കാണാറുള്ളത് ഇലക്ഷൻ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ടു മുമ്പും കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ടു മുമ്പൊക്കെ ഇത്തരത്തിലുള്ള യോഗങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളും ഒരു പടി വ്യക്തമാണ് മുന്നിലാണ് ചോദിച്ചിട്ടുള്ളത്. ഇത്തരം സമരങ്ങളിൽ ഞങ്ങൾ എടുക്കപ്പെടുന്ന തീരുമാനം വരുന്ന ആളുകളിൽ ഈ 2 മണ്ഡലങ്ങളിലും ചില സമീപനങ്ങളും ചില രീതികളൊക്കെ ഞങ്ങൾ ഈ ന്യായമായ ആവശ്യം നിങ്ങൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ കുഞ്ഞാവാജി ഉൾപ്പെടെയുള്ള നേതൃത്വം ചില തീരുമാനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കാർക്കും നാളെയുടെ നേതാക്കളായി സഞ്ചരിക്കാൻ കഴിയില്ല എന്ന് കൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. എനിക്ക് പറയാനുള്ളത്, അധികാരികൾ ഇത് കാണുന്നില്ല, കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് ഇതിന്റെ നിർദ്ദേശങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നവരോട് പറയുന്നത്, ഇവിടെ എത്ര യാത്രകൾ പല ഗവൺമെന്റുകളും നടത്തിയപ്പോ അവിടെയൊക്കെ ഞങ്ങൾ നിവേദനങ്ങൾ കൊണ്ടുവന്നിട്ടില്ലേ?
ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന MLA-മാർക്ക് നിരന്തരം നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട്. ഇവിടെ സഞ്ചരിച്ച ഈ റോഡിലൂടെ 140ഓളം വരുന്ന MLA-മാരും ഈ പെരിന്തൽമണ്ണയുടെ ദുരിതം കണ്ടതാണ്. ഈ കേരളത്തിലെ 20 MP-മാരും ഈ ദുരിതം കണ്ടതാണ്. ഈ കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും ഈ ദുരിതം കണ്ടതാണ്. ഇരുപക്ഷവും കണ്ടിട്ട് പോലും കണ്ടിട്ടില്ല എന്ന് നടിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയും ഞങ്ങളെ സംബന്ധിച്ച് പ്രത്യേകത്തിലുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടൊന്നുമില്ല. ഈ സംഘടന അങ്ങനെ രൂപം കൊടുത്തിട്ടുള്ളത് ഞങ്ങളിൽ എല്ലാവർക്കും വ്യത്യസ്തപരമായ രാഷ്ട്രീയപരമായ ചിന്താഗതികളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ സ്വീകരിക്കാറുള്ള നിലപാട് ഒന്ന് മാത്രമാണ്. ഞാനെന്ന വ്യക്തിക്ക് രാഷ്ട്രീയമുണ്ട്, എന്നാൽ ഞാനെന്ന വ്യാപാരിക്ക് രാഷ്ട്രീയമില്ല എന്നുള്ള കൃത്യമായ നിലപാടുകളുമായിട്ടാണ് സംഘടന ഇക്കാലമത്രയും മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അധികാരി വർഗത്തോട് പറയാനുള്ളത്, ഈ സമൂഹത്തിന്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ, ഇവിടുത്തെ വ്യാപാരികളുടെ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ, ഈ ജില്ലയിലെ ഈ ഹോസ്പിറ്റൽ നഗരിലേക്ക് വരുന്ന യാത്രക്കാരുടെ ദുരിതം മനസ്സിലാക്കിക്കൊണ്ട് നടത്തുന്ന ഈ സമരത്തിലേക്ക് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ നീറുന്ന പ്രശ്നങ്ങളിൽ അധികാരി വർഗമേ നിങ്ങൾ കണ്ടില്ലെന്ന് അടിക്കുകയാണെങ്കിൽ അതിശക്തമായ രീതിയിലുള്ള സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇത് ഞങ്ങളുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്, ഇത് ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി പോലുള്ള പോരാട്ടമാണ്, ഇത് ഞങ്ങളുടെ അരിപ്രശ്നത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്, ഈ സമൂഹത്തിന്റെ നാനാവിധത്തിലുള്ള ആളുകളുടെ ദുരിതത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രൗഢഗംഭീരമായ ഈ ഇരുമണ്ഡലങ്ങൾ സംഘടിപ്പിച്ച പെരിന്തൽമണ്ണ മങ്കട മണ്ഡലത്തിന്റെ മുഴുവൻ നേതാക്കൾക്കും ഇത്തരത്തിലുള്ള ഒരു സമ്മേളനം സംഘടിപ്പിച്ചതിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് വ്യാപാരി.